മൂർച്ചയേറിയ കത്തിക്ക് വേണ്ടി വാശി പിടിച്ചു കരയുന്ന നമ്മുടെ ചെറിയ മക്കൾക്ക് നമ്മളാരെങ്കിലും കത്തി നീട്ടിക്കൊടുക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണത്? നമുക്കതിൻ്റെ പ്രത്യാഘാതം കൃത്യമായി അറിയാം. ആ കുട്ടിയുടെ കയ്യിലേക്ക് ആ കത്തി കൊടുത്താൽ ശരീരത്ത് മുറിവേൽപ്പിക്കുകയും അതിൽ നിന്ന് രക്തം വാർന്നു പോവുകയും കുട്ടിക്ക് പ്രയാസമുണ്ടാവുകയും ചെയ്യുന്നു എന്ന കൃത്യമായ ബോധ്യമുള്ളത് തന്നെയാണ് കുട്ടി എത്ര കരഞ്ഞിട്ടും നാം കത്തി വെച്ച് നീട്ടിക്കൊടുക്കാത്തത്. കത്തിയേക്കാൾ മൂർച്ചയേറിയ മൊബൈൽ ഫോൺ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. കാർട്ടൂണുകളും അനിമേഷനുകളും കുട്ടികളോടൊപ്പം കൂട്ടുകൂടി അവർ അതിനോടൊപ്പം സല്ലപിച്ച് രസങ്ങളിലായി മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവർ സത്യത്തിൽ ചെന്നെത്തുന്നത് ഭീകരമായൊരു മാനസികാവസ്ഥയിലേക്കാണ്. ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഒരു ഓറഞ്ച് പൂച്ചയാണ്. ഈ ഓറഞ്ച് പൂച്ചയെ സൂക്ഷിക്കണമെന്ന് പോലീസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടെക്നോളജികളുടെ വളർച്ച നമ്മൾ ചിന്തിക്കുന്നതിലും വളരെ വിദൂരമാണ്. ഡിജിറ്റൽ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ഉപയോഗിച്ച് അനേകം അനിമേഷൻ കഥാപാത്രങ്ങളും വീഡിയോകളും ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾ വിനോദത്തിനും പഠനത്തിനും ഇവ ഉപയോഗപ്പെടുത്താറുമുണ്ട്. എന്നാൽ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ ഒരു ഓറഞ്ച് പൂച്ചയുടെ വീഡിയോ ആ രീതിയിലുള്ളതല്ല. ക്രൂരതയും അക്രമ സ്വഭാവവുമാണ് ഓറഞ്ച് പൂച്ചയുടെ മുഖമുദ്രയെന്നും സൂക്ഷിക്കണമെന്നുമാണ് പോലീസ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുന്നത്. സഹജീവികളെ ചതിച്ച് കെണിയിലാക്കി മാരകമായി ആക്രമിച്ചു കൊന്നു തിന്നുന്നതും ഉറ്റ സുഹൃത്തുക്കളെ ഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ച് മദ്യവും മയക്കുമരുന്നും നൽകി മയക്കിക്കൊല്ലുന്നതുമാണ് മിക്ക വീഡിയോയിലെയും ഉള്ളടക്കം. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയേറെ ട്രെൻഡുമാണിപ്പോൾ. ഇത്തരം വീഡിയോകൾ നമ്മുടെ മക്കളെ സാരമായി ബാധിക്കുകയും ചെയ്യും. അടുത്തിടെ ഒരു വിദ്യാർത്ഥി ദിവസവും സഹപാഠികളെ പേന കൊണ്ട് കുത്തുന്നതായി അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. വഴക്കു പറഞ്ഞാലും യാതൊരുവിധ കൂസലുമില്ലാതെ കൂട്ടുകാർ കരയും വരെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് രക്ഷകർത്താക്കളെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി നിരന്തരം ഇത്തരം വീഡിയോകൾ കാണാറുണ്ടെന്നും അതിനഡിക്റ്റാണെന്നും അവർ പറയുന്നത്. സമാനമായ ഇത്തരം വീഡിയോകൾ ചെറുപ്പത്തിൽ തന്നെ അനുകരണ ചിന്ത വളർത്താനും മറ്റുള്ളവരെ ആക്രമിക്കാനും ക്രൂരമായ പ്രതികരണങ്ങളിലേക്കും മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന സാഡിസ്റ്റ് സ്വഭാവങ്ങളിലേക്കും നമ്മുടെ മക്കൾ വളരെ വേഗം എത്തിച്ചേരുന്നു. നമ്മൾ വളരെയേറെ പ്രതീക്ഷയോടെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വളർത്തുന്ന നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി മാറുന്ന ഇത്തരം സാഹചര്യങ്ങൾ നാം വളരെ പേടിയോടുകൂടി നോക്കിക്കാണേണ്ടതാണ്. കുട്ടികൾക്ക് പൊതുവെ ഇമിറ്റേഷൻ പവർ കൂടുതലായിരിക്കും. അവർ തൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും തൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ഓരോന്നും പുതിയതിനെ കണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ക്രീനുകൾ നമ്മുടെ കുട്ടികളുടെ മുന്നിലേക്ക് എത്തിയാൽ അറിയാതെ നമ്മുടെ കുട്ടികൾ മാറിപ്പോകും. ഏത് കലുഷിത സന്ദർഭങ്ങളിലും ഏത് കാലാവസ്ഥയിലും ഏത് സാഹചര്യങ്ങളിലും ഒരു രക്ഷകർത്താവെന്ന നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്. പ്രശ്നങ്ങൾ വ്യത്യസ്ത രീതികളിൽ ഉടലെടുത്തേക്കാം. പക്ഷേ അതിൻ്റെ പരിഹാരം എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ മക്കളുടെ ഭാവി നിർണ്ണയിക്കുക. ഇത്തരം സ്ക്രീൻ അഡിക്ഷനുകളിൽപ്പെട്ട നമ്മുടെ കുട്ടികളെ മുക്തമാക്കാൻ നമുക്കെന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നാം ആലോചിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ആസ് എ പേരൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. 1. കുട്ടികൾ ഫോൺ ഉപയോഗിക്കേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്പം പ്രയാസമാണെങ്കിലും നാം അതിന് സന്നദ്ധമായേ പറ്റൂ. നമ്മുടെ മക്കളെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചില പ്രയാസങ്ങൾ നമ്മളും കൂടി വഹിക്കാൻ തയ്യാറാവണം. കുട്ടികളിൽ നിന്ന് ഫോൺ ഒഴിവാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്പം പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇത്രയും നാൾ സ്ക്രീൻ അഡിക്ഷനായിരിക്കുന്ന കുട്ടി പെട്ടെന്നൊരു പ്രഭാതത്തിൽ ഫോൺ ഒഴിവാക്കി തരാൻ സാധ്യതയില്ല. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് പുതിയ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളുടെ മനോതലം മനസ്സിലാക്കി അവർക്കിഷ്ടപ്പെട്ട കളികളും വിനോദങ്ങളും അവർക്കിഷ്ടപ്പെട്ട യാത്രകളും നടത്തി അവരുടെ മനസ്സ് മാറ്റിയെടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തേത്, കുട്ടികളെ നന്നായി ശ്രദ്ധിക്കണം. അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുകയും വേണം. ആ രീതിയിൽ അവരെ ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളത് അവർ തെറ്റിലേക്ക് പോകാതിരിക്കാൻ, ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ വലിയൊരു കാരണമാണ്. മറ്റൊരു കാര്യം, നമ്മൾ എത്ര തന്നെ സാഹചര്യങ്ങൾ ഒരുക്കിയാലും എത്ര തന്നെ നിരീക്ഷണങ്ങൾ നടത്തിയാലും കുട്ടികൾ ഏത് സമയത്തും എങ്ങനെയെങ്കിലും ഫോണിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫോണിലെ ആപ്പുകളിൽ പാരൻ്റൽ കൺട്രോൾ ഫീച്ചറുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. കുട്ടികളെ നിരീക്ഷിക്കുന്നതോടൊപ്പം കുട്ടികളിലെ ചെറിയ മാറ്റങ്ങൾ പോലും അധ്യാപകരുമായി ഷെയർ ചെയ്യുകയും അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ തേടുകയും ചെയ്യണം.
വളരെ പ്രധാനമായി പറയാനുള്ളൊന്ന്, നമ്മുടെ മക്കൾക്ക് നമ്മൾ നന്നായി സ്നേഹം കൊടുക്കണം. ഞാൻ സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞതിനർത്ഥം കുട്ടികളുടെ ശാരീരിക താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല. ഭൗതികമായ, കായികപരമായ, വൈജ്ഞാനികപരമായ മുന്നേറ്റങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുത്ത് ഇത്തരം താഴ്ന്ന ചിന്തകളിൽ നിന്ന്, താഴ്ന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ മുക്തമാക്കുമ്പോൾ നാളേക്ക് ഉപകരിക്കുന്ന നല്ല മക്കളാക്കി നമ്മുടെ മക്കൾ മാറും. ഒരു ഓറഞ്ച് പൂച്ചയും തട്ടിക്കൊണ്ടുപോകാത്ത നല്ല ഉറച്ച മക്കളായി, നല്ല ബുദ്ധിയുള്ള മക്കളായി, നല്ല തൻ്റെ ഇടമുള്ള മക്കളായി നമ്മുടെ മക്കൾ മാറും.